അമേരിക്കയിൽ ടേക്ക് ഓഫിനിടെ കാർഗോ വിമാനം തകർന്നു വീണ അപകടത്തിൽ മരണം 9 നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെന്റക്കിയിൽ ലൂയിവില്ലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. പ്രാദേശിക സമയം വൈകിട്ട് 5:15ഓടെയാണ് അപകടമുണ്ടായത്. UPS ലോജിസ്റ്റിക് കമ്പനിയുടെ 1991 നിർമ്മിച്ച ഡഗ്ലസ് MD-11 വിമാനമാണ് വ്യവസായ മേഖലയിൽ തകർന്നു വീണത്. 3 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിൽ 2,80,000 ഗാലൺ ഇന്ധനമുണ്ടായിരുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. ഹവായിയിലെ ഹോണോലുലുവിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി വ്യവസായ സ്ഥാപനങ്ങളുള്ള സ്ഥലത്താണ് വിമാനം തകർന്നു വീണത്. സംഭവ സമയത്ത് 11-ലധികം പേർക്ക് അതിഗുരുതരമായി പരിക്കേൽക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന വലിയ അളവിലുള്ള ഇന്ധനം മൂലം സ്ഫോടനമുണ്ടായ സമയത്തിന് ശേഷം അതിശക്തമായ പുക ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് ഇങ്ങോട്ട് മരണസംഖ്യ ഉയർന്ന് 9. വളരെ ഗുരുതരമായി പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ പ്രതി ആശങ്കയുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് അധികൃതർ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.